ഈ അതിരാവിലെ വന്ന ഇവരിവിടെ എങ്ങാനും കാണുമോ? നമ്പർ ചേച്ചി എടാ ഒന്ന് കാണാൻ വന്നതാ. അവളപ്പുറത്ത് എന്താ ചേച്ചി? അവളപ്പുറത്തുണ്ടെങ്കി ഇപ്പൊ എന്ത്? ചേച്ചി പറഞ്ഞു. ആ അതെ, നിന്നെയൊക്കെ എന്തിനാ ഇവിടെ തെരഞ്ഞെടുത്തേക്കുന്നേ? എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുവാ. ഈ പഞ്ചായത്ത് മുഴുവൻ നടന്ന് ഈ മുട്ടക്കോഴി വിതരണം ചെയ്തല്ലോ. ചേച്ചിക്ക് 5 മുട്ടക്കോഴി. അതാ ഇപ്പം വലിയ കാര്യമായി പോയത്. ഒരൊറ്റ കോഴി പോലും മുട്ട ഇടുന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നോട് ആ ചേട്ടൻ അന്നേ പറഞ്ഞതാ ആ രമേശനെ എങ്ങാനും ജയിപ്പിച്ചാൽ മതിയെന്ന്. രമേശൻ എന്താ മുട്ട ഇടോ? അതൊക്കെ പോട്ടെ. എടാ എൻ്റെ വീട്ടിലൊരു മരം ചാഞ്ഞ് നിൽപ്പുണ്ട്. വെട്ടാൻ തന്നെ എത്ര നാളായി പറയുന്നു. എന്റെ ചേച്ചി ചേട്ടനോട് പറഞ്ഞാൽ പോരെ, ചേട്ടൻ വിട്ടൂല്ലേ? അതിന് എൻ്റെ ചേട്ടനെ മണ്ടക്കോട്ട് വെച്ചോ. പിന്നെ എൻ്റെ വീട്ടിലൊരു ചെറുക്കം പോരാ നിറഞ്ഞ് നിൽപ്പുണ്ട്. അതിനൊരു കല്യാണം ആലോചിക്കാൻ പറ്റും. ഇതുവരെ ചെയ്തോ? അതൊക്കെ സമയമാകുമ്പോ നടന്നോളൂ. ആഹാ, ഈ പഞ്ചായത്തിൽ ഇത്രയും പെൺപിള്ളേരെ നിനക്ക് പരിചയമുണ്ടല്ലോ. ഇതൊക്കെ നീ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ചെറുക്കന് ഒരു പെണ്ണെ കൂട്ടി കൊടുക്കാൻ നിനക്ക് അറിയാമല്ലായിട്ടാണോ? ചേച്ചി തോന്നുന്ന ദിവസം പറയുന്നേട്ടാ. അതല്ല, കല്യാണം നടത്തി കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതും പോട്ടെ, വീടിന്റെ സെപ്റ്റി ടാങ്കിന്റെ അവിടെ ഒരു കാന നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ ചെയ്തോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ വാടി തെരഞ്ഞെടുത്തേക്കുന്നത് മെമ്പറാണ് അല്ലെങ്കിൽ ബംഗാളിനാണ്? നീ തർക്കുത്തരം തന്നെ പറയുള്ളൂ, എനിക്കറിയാം. അതെ, അടുത്ത ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് വാട്ടോ, ഞാൻ കാണിച്ചു തരാം. ചേച്ചി അവിടെ നിന്നേ. അങ്ങനത്തെ വരട്ടലൊന്നും വേണ്ട. കാണാൻ ഒരു മരം വെട്ടുള്ള ഒരു ഓട്ടോ എനിക്ക് വേണ്ട. ചേച്ചി വീട്ടിലോട്ടല്ലേ, ബംഗാളി വരും, അവൻ മരം വെട്ടും. കാണില്ലേ? അത് ഞാൻ കോരും. വാ, ഇതാണ് മെമ്പർ. ഞാനും വരട്ടെന്ന്. നീ വീടൊന്നും പൊളിക്കില്ലേ, കാന മാത്രം വെട്ടിയാ മതി. ചേച്ചി വാ.